നമസ്കാരം. നമ്മുടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചിട്ട് 78 വർഷം കഴിഞ്ഞു. എന്നാൽ എന്തിനുള്ള സ്വാതന്ത്ര്യമാണ് നമ്മൾ ആഘോഷിക്കുന്നത് എന്ന ചോദ്യം അവിടെ ബാക്കി നിൽക്കുന്നു. നിയമം ലംഘിക്കാനുള്ള സ്വാതന്ത്ര്യമോ, അതോ കുറ്റം ചെയ്യാനുള്ള സ്വാതന്ത്ര്യമോ, അതോ മറ്റുള്ളവരുടെ സ്വാതന്ത്ര്യം തട്ടിയെടുക്കാനുള്ള സ്വാതന്ത്ര്യമോ? ഏത് തരത്തിലുള്ള സ്വാതന്ത്ര്യമാണ് നമ്മൾ ആഘോഷിക്കുന്നത്? ഇന്ത്യയിൽ സ്ത്രീകൾക്കുള്ള സ്വാതന്ത്ര്യം ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. ഒരു സ്ത്രീക്ക് തൻ്റെ ജോലി സ്ഥലത്ത് പോലും ഒരു സ്വാതന്ത്ര്യമില്ല. ഒന്ന് വിശ്രമിക്കാനായി സെമിനാർ ഹാളിലേക്ക് പോയ ഒരു 31 വയസ്സുകാരിയായ ഫീമെയിൽ ട്രെയിനി ഡോക്ടർ 7 മണിക്കൂറിന് ശേഷം കണ്ടെത്തിയത് അവരുടെ മൃതദേഹം, അതും വിവരിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ. അതെ, ഞാൻ സംസാരിക്കുന്നത് കൊൽക്കത്തയിലെ ആർജിക്കർ മെഡിക്കൽ കോളേജ് ആൻഡ് ഹോസ്പിറ്റലിൽ നടന്ന സംഭവത്തെക്കുറിച്ച് തന്നെയാണ്. ഈ സംഭവം ഓഗസ്റ്റ് 9, 2024 ആർജിക്കർ മെഡിക്കൽ കോളേജ് ആൻഡ് ഹോസ്പിറ്റലിലാണ് ഉണ്ടായത്. ചെസ്റ്റ് മെഡിസിൻ വിഭാഗത്തിലെ 2ാം വർഷ വിദ്യാർത്ഥിനി നൈറ്റ് ഡ്യൂട്ടിയിലായിരുന്നു. അർദ്ധരാത്രി കഴിഞ്ഞായിരുന്നു പെൺകുട്ടി സഹപ്രവർത്തകർക്കൊപ്പം ആശുപത്രിയിലെ സെമിനാർ ഹാളിൽ ഭക്ഷണം കഴിച്ചത്. ഭക്ഷണം കഴിച്ചതിന് ശേഷം പെൺകുട്ടി ഒന്ന് വിശ്രമിക്കാൻ തീരുമാനിച്ചപ്പോൾ പെൺകുട്ടിയെ അവിടെ തനിച്ചാക്കി അവരുടെ സഹപ്രവർത്തകർ സെമിനാർ ഹാളിൽ നിന്ന് പോയി. അടുത്ത ദിവസം രാവിലെ ഒരു അർദ്ധനഗ്ന ശരീരം രക്തം പുരണ്ട മാട്രിസിൽ നിരവധി മുറിവുകളോടെ കണ്ടെത്തുകയായിരുന്നു. ആശുപത്രി അധികൃതർ സംഭവം റിപ്പോർട്ട് ചെയ്തതിന് പിന്നാലെ കൊൽക്കത്ത പോലീസ് അന്വേഷണം ആരംഭിച്ചു. ആശുപത്രി അധികൃതർ പെൺകുട്ടിയുടെ വീട്ടുകാരോട് പറഞ്ഞത് പെൺകുട്ടി ആത്മഹത്യ ചെയ്തു എന്നതാണ്. എന്നാൽ ഓട്ടോപ്സി റിപ്പോർട്ടിൽ പെൺകുട്ടി ലൈംഗികമായി പീഡിപ്പിക്കപ്പെട്ടതായാണ് കണ്ടെത്തിയത്. കുറ്റകൃത്യം നടന്ന സ്ഥലത്ത് നിന്ന് ബ്ലൂടൂത്ത് ഹെഡ്ഫോൺ ഉൾപ്പെടെയുള്ള തെളിവുകൾ പോലീസ് ശേഖരിച്ചു. സെമിനാർ ഹാളിൽ CCTV ക്യാമറകളൊന്നും ഉണ്ടായിരുന്നില്ല. അതിനാൽ ആശുപത്രിയിലെ മറ്റ് CCTV ക്യാമറകളിൽ നിന്നുള്ള ദൃശ്യങ്ങൾ പോലീസ് പരിശോധിച്ചു. കുറ്റകൃത്യം ചെയ്യാൻ സാധ്യതയുള്ള ആളുകളുടെ ലിസ്റ്റ് തയ്യാറാക്കി. പ്രതികളുടെ സാധ്യത പട്ടികയിൽ ഉൾപ്പെട്ട സഞ്ജയ് റോയ് പുലർച്ചെ 4 മണിയോടെ കഴുത്തിൽ ബ്ലൂടൂത്ത് ഹെഡ്ഫോൺ ധരിച്ച് കെട്ടിടത്തിലേക്ക് പ്രവേശിക്കുന്നത് കണ്ടു. എന്നാൽ 40 മിനിറ്റിന് ശേഷം കെട്ടിടത്തിൽ നിന്ന് പുറത്തു കടക്കുമ്പോൾ ബ്ലൂടൂത്ത് ഉപകരണം അവന്റെ പക്കൽ ഉണ്ടായിരുന്നില്ല. റോയ് ഉൾപ്പെടെയുള്ള എല്ലാ പ്രതികളെയും കൂടുതൽ ചോദ്യം ചെയ്യാൻ പോലീസ് വിളിപ്പിച്ചു. കൂടാതെ അന്വേഷണത്തിനിടെ പ്രതികൾ എന്ന് സംശയിക്കുന്ന എല്ലാവരുടെയും മൊബൈൽ ഫോണുകൾ പോലീസ് പിടിച്ചെടുത്തു. ചോദ്യം ചെയ്യലിന് ശേഷം ഉദ്യോഗസ്ഥരിൽ ഒരാൾ സംശയിക്കപ്പെടുന്ന ഓരോ വ്യക്തിയുടെയും ഫോൺ ബ്ലൂടൂത്തുമായി കണക്ട് ചെയ്യാൻ ശ്രമിച്ചു. ഹെഡ്ഫോൺ സഞ്ജയ് റോയിയുടെ ഫോണിലേക്ക് പെട്ടെന്ന് തന്നെ കണക്ട് ആയി. പോലീസ് റോയിയെ ഉടനെ തന്നെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോൾ കൊലപാതകം നടന്ന സെമിനാർ ഹാളിന് സമീപം റോയ് സംശയാസ്പദമായി പെരുമാറുന്നതും പോലീസിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. റോയ് ഒരു സിവിക് പോലീസ് വോളണ്ടിയർ ആണ്. ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ട താഴ്ന്ന റേഞ്ചിലുള്ള പോലീസ് ഉദ്യോഗസ്ഥരെ പിന്തുണയ്ക്കാനാണ് റോയിയെ നിയോഗിച്ചിരുന്നത്. കൊൽക്കത്ത പോലീസ് എന്നെഴുതിയ ടീഷർട്ട് ഇട്ടാണ് ഇയാൾ നടക്കുന്നത്. ബൈക്കിലും കൊൽക്കത്ത പോലീസ് എന്ന ടാഗ് ഉണ്ടായിരുന്നു. റിപ്പോർട്ടുകൾ അനുസരിച്ച് ഇയാൾ 4 തവണ വിവാഹം ചെയ്തിട്ടുണ്ട്. ഇയാളുടെ ശരിയല്ലാത്ത പെരുമാറ്റം കാരണമാണ് 3 ഭാര്യമാർ ഇയാളെ ഉപേക്ഷിച്ചത്. 4ാമത്തെ ഭാര്യ ക്യാൻസർ ബാധിച്ച് മരിച്ചു. ആശുപത്രിയിലെ പല വിഭാഗങ്ങളിലും ഇയാൾക്ക് സൗജന്യ പ്രവേശനമുണ്ടെന്ന് പോലീസ് വെളിപ്പെടുത്തി. റോയ് കുറ്റം സമ്മതിച്ചതായി പോലീസ് പറഞ്ഞു. ഈ സംഭവം സംസ്ഥാനത്തുടനീളം വൻ പ്രതിഷേധത്തിന് ഇടയാക്കി. കൊൽക്കത്തയിലെ നിരവധി ആശുപത്രികളിലെ ഡോക്ടർമാരും മെഡിക്കൽ സ്റ്റാഫുകളും സംസ്ഥാനത്തെ സ്ത്രീകളുടെ സുരക്ഷയെക്കുറിച്ച് ചോദ്യങ്ങൾ ഉന്നയിച്ചു. പ്രതിഷേധിച്ച നിരവധി ഡോക്ടർമാർ കാൻഡിൽ മാർച്ച് നടത്തുകയും മുദ്രാവാക്യം വിളിക്കുകയും ഡ്യൂട്ടി ബഹിഷ്കരിക്കുകയും ചെയ്തു. കൊൽക്കത്തയിലെ ആർജിക്കർ മെഡിക്കൽ കോളേജിലെ ജൂനിയർ ഡോക്ടർമാർ ജുഡീഷ്യൽ അന്വേഷണവും ആശുപത്രി അധികൃതർ രേഖാമൂലം മാപ്പ് പറയണമെന്നും യുവതിയുടെ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകണമെന്നും ആവശ്യപ്പെട്ടു. നടന്നുകൊണ്ടിരിക്കുന്ന പ്രതിഷേധത്തിനിടയിൽ സംഭവം നടന്ന് 3 ദിവസത്തിന് ശേഷം 2024 ഓഗസ്റ്റ് 11 മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സന്ദീപ് ഘോഷ് തന്റെ സ്ഥാനം രാജിവെച്ചു. സംഭവത്തിൽ മമതാ ബാനർജി സർക്കാരിനെതിരെ പ്രതിപക്ഷം രംഗത്തെത്തി. പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി സംഭവത്തെ നിർഭാഗ്യമെന്ന് വിളിക്കുകയും ഇരയ്ക്ക് നീതി ആവശ്യപ്പെട്ട് പ്രതിഷേധിക്കുന്നവരെ പിന്തുണയ്ക്കുകയും ചെയ്തു.
അന്വേഷണം ശരിയായ ദിശയിലാണ് മുന്നോട്ടു പോകുന്നതെന്നും വേഗത്തിലുള്ള വിചാരണ ഉറപ്പാക്കാൻ വേണ്ടതെല്ലാം ചെയ്യുമെന്നും കൊൽക്കത്ത പോലീസ് ഉറപ്പു നൽകി. ഒരു ക്രൂരമായ പീഡനത്തിന് ഒരു പെൺകുട്ടി ഇരയാവുന്നു, അതും സ്വന്തം ജോലി സ്ഥലത്ത് വെച്ച് തന്നെ. ജീവൻ സംരക്ഷിക്കുന്ന ഡോക്ടർമാരുടെ ജീവന് തന്നെ ഒരു സുരക്ഷയില്ലാത്ത അവസ്ഥയിലേക്കാണ് നമ്മുടെ രാജ്യം പോകുന്നത്. ഈ കേസിലെ പ്രതി ഒരു പോലീസും കൂടിയാണ് എന്നുള്ളതാണ് ഇതിൽ എടുത്തു പറയേണ്ടത്. നിയമം സംരക്ഷിക്കേണ്ടവൻ തന്നെ നിയമം ലംഘിക്കുന്ന അവസ്ഥയിലാണ് രാജ്യം എത്തിയിരിക്കുന്നത്.